അല്ല ഗൈസ്, ജഫോട്ടക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ലൈവ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് യൂട്യൂബിനകത്ത് ലൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു സന്തോഷം നൽകുന്ന അപ്ഡേഷനാണ്. യൂട്യൂബ് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊന്നല്ല, നമ്മൾ ലൈവിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പരസ്യം കൊണ്ടുവരും. നമ്മുടെ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈവിലേക്ക് പരസ്യം കൊണ്ടുവന്ന് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് വരും നമുക്കിപ്പോൾ കിട്ടുമെന്ന് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. ഒരുപാട് പേരുണ്ട് ലൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ, ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരും പിന്നെ ലൈവിൽ കൂടെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കി സൂപ്പർ ചാറ്റിൽ കൂടെ ഒക്കെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ലോങ് വീഡിയോ ചെയ്യാതെ തന്നെ ലൈവിൻ്റെ അകത്തോടെ തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്ഡേഷനാണിത്. അപ്പോൾ എന്തായാലും നമുക്കിത് അവസാനം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മെയിൽ ബോക്സ് ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു മെയിൽ വന്ന് കിടക്കും. മേക്ക് യുവർ ലൈവ് കണ്ടന്റ് വർക്ക് ഹാർഡർ ഫോർ യു വിത്ത് ഫീവർ ഡിസ്ക്രിപ്ഷൻസ് ടു വ്യൂവേഴ്സ്. അതായത് നമുക്ക് മിഡ് റോൾ ആർട്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആർട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ചെയ്യുന്ന എന്താ പറയുക, അതൊരു അലമ്പാവും, നമുക്കൊരു കൂടുതൽ പ്രശ്നം വരും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ലൈവിനെ ശല്യപ്പെടുത്താതെ തന്നെ സൈഡിൽ നമുക്ക് ആ ഒരു പരസ്യം കാര്യങ്ങൾ കാണിച്ച് നമ്മുടെ ലൈവിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്ഡേഷനാണ്. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഇതുപോലെ ലൈവിൽ എല്ലാവർക്കും മോണിറ്റൈസേഷൻ, പിന്നെ ആദ്യം തന്നെ പറയാം, ഇത് മോണിറ്റൈസേഷൻ ആൾക്കാർക്കായിരിക്കും മെയിൽ വന്നിട്ടുണ്ടാവുക. ഒരുപാട് പേര് വീഡിയോ ചെയ്തു, പക്ഷേ ഇങ്ങനെ പറയുന്നത് കേട്ടില്ല. അതായത് മോണിറ്റൈസേഷൻ ആൾക്കാർക്കാണ് നമുക്ക് ഈ ഒരു മെയിൽ വന്നിട്ടുണ്ടാവുക. അവർ മെയിൽ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് നമുക്കിത് വന്നിട്ട് കാര്യം, ഇത് പരസ്യം കൊടുക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പക്ഷേ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരും വീഡിയോ മുഴുവനായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് വരുന്ന സമയത്ത് ഉപകാരപ്പെടും. കാരണം ഇത് എല്ലാവർക്കും ഇനി മുന്നോട്ട് വരുന്ന സംഭവമാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ എനേബിൾ ഓട്ടോമാറ്റിക് മിഡ് റോൾസ് എന്നാണ് ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈഡിൽ നമ്മൾ സാധാരണ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക എങ്ങനെയായിരിക്കും, ആ ഒരു പേജിലേക്ക് നമ്മൾ പോവുകയാണ്. ക്രോം ബ്രൗസർ ഓപ്പൺ ആയി. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുപോലൊരു പേജിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടോ മോണിറ്റൈസേഷൻ ഓപ്ഷൻ നമ്മൾ ഓണാക്കി കിടപ്പുണ്ടാവും. മോണിറ്റൈസേഷൻ ഓപ്ഷൻ നമ്മൾ ഓണാക്കി കിടപ്പുണ്ട്. അപ്പോൾ അടിയിൽ മിഡ് റോൾ ആർട്സ് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു സംഭവം വന്നിട്ടുണ്ട്. മിഡ് റോൾ ആർട്സ്, അതായത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് 7 മിനിറ്റ് മേലോട്ടുള്ള വീഡിയോസിനാണ് നമ്മൾ സാധാരണ മിഡ് റോൾ ആർട്സ് കൊടുക്കുക അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആർട്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. അത് പേഴ്സണലായിട്ട് സെറ്റ് ചെയ്യാനാവും. അതായത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ആർട്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് നല്ലത് നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യാതെ യൂട്യൂബിൻ്റെ ഭാഗത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളത് കൊടുക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ ചില സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ യൂട്യൂബ് ആകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ആ ഒരു ആർട്സ് നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് എന്നുള്ള സംഭവത്തിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടു ഓട്ടോമാറ്റിക് ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാൻ എന്തായാലും ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ സംഭവം കാണിക്കും അല്ലേ. അവിടെ നമ്മുടെ ലൈവിൻ്റെ എണ്ണമാണ് ചുരുക്കി പറയുന്നത്. മനസ്സിലാകാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാം. നമ്മൾ എത്ര ലൈവിനകത്ത് നമുക്ക് എത്ര പരസ്യം കൊടുക്കണം, എത്ര എണ്ണം കൊടുക്കണം. അവിടെ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കും ലോ, മീഡിയം, ഹൈ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ലോ കൊടുത്തു കഴിഞ്ഞാൽ തീരെ പരസ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ലൈവിന് നമുക്കറിയാം, നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശല്യപ്പെടുത്താത്ത രീതിയിലാണ് പരസ്യം വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര പരസ്യം വരുന്നു നിങ്ങൾക്കറിയാം. നമുക്ക് ഏണിങ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പരസ്യത്തിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ഏണിങ്സ് വരുന്നത്. അപ്പോൾ എത്ര പരസ്യം കൂടുതൽ വരുന്നു അത്ര ഏണിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഹൈ കൊടുക്കാം. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഹൈ കൊടുക്കാം. ഹൈ കൊടുത്തതിന് ശേഷം പിന്നെ അടിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടി ടൂൾസ്. അതായത് നമ്മൾ ലൈവ് യൂട്യൂബ് വഴി അല്ലാതെ നമുക്ക് മറ്റുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതുവഴി, അതായത് ഉണ്ടോ അവിടെ OBS എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംഭവം. അപ്പോൾ അതും കൂടെ നമുക്ക് ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തതിന് ശേഷം അടിയിൽ സേവ് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും, കണ്ടില്ലേ. ഈ സേവ് ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ എന്തായി, അത് ആ ഒരു ഓപ്ഷൻ നമ്മളെ എനേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും നമ്മളോട് ഇങ്ങനെ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും, കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അർജൻറ്റായിട്ടൊരു വീഡിയോ ചെയ്ത്. അപ്പോൾ എല്ലാവരും പോയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ ആദ്യം പോയിട്ട് മെയിൽ ബോക്സ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് അത് എനേബിൾ ആക്കി കൊടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വേറെ ആളുടെ സഹായം വേണ്ടതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പോയിട്ട് എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ലൈവ് ചെയ്ത് സൂപ്പർ ചാറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഏണിങ്സും കൂടി നമുക്ക് നമ്മുടെ മാസം വരുമാനത്തിനകത്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ഉപകാരപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അവസാനമാണ് പറയുന്നത്. അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.